അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ജയിച്ചവർക്കൊക്കെ വളരെയേറെ ആഘോഷമാണ്. അതേപോലെ തോറ്റവർക്കും പരാജയപ്പെട്ടവർക്കൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന സമയമാണ്. പക്ഷേ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് എപ്പോഴോ പറഞ്ഞു കേട്ടൊരു കോമഡി ഉണ്ട്. നമ്മൾ പണിയെടുത്തെങ്കിലേ നമ്മൾക്കുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അവർ ജയിക്കുകയും തോൽക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയും ഭരിച്ച് ചിലപ്പോൾ നേരെയാക്കും, ചിലപ്പോൾ നശിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ നടക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്കൊരു വീട് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. അത് 10 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീട് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എറണാകുളം ജില്ലയിൽ. അപ്പോൾ ഇവിടെയായിട്ട് ഏകദേശം 3 വീടുകളുണ്ട്. അപ്പോൾ ഈ ഒരു 3 വീടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ 3 വീടുകളും ഒരുമിച്ച് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒരു വീടാണ് ഇതിനകത്ത് ഈ 3 എണ്ണം ഉള്ളതിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് 3 വീടിൻ്റെയും പ്രൈസ് റേഞ്ച് ഏകദേശമൊക്കെ ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു വീടിനെ ഒന്ന് പരിചയപ്പെടാം. 4 സെൻറ്റിനകത്തായിട്ട് 1760 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ലുക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബോക്സി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. തൊട്ട് ചേർന്നുള്ള വീടുകളെല്ലാം ആ ഒരു ബോക്സി ഡിസൈനാണ്. ഒരു ആർക്കിടെക്ചറൽ ടച്ച് എവിടേക്കോ ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്ന ഒരു വീടിൻ്റെ ഡിസൈനേ അല്ല ഈ ഒരു വീടുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം എടുത്ത് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ദൂരമാണ് ഏറ്റവും വലുത്. ഏകദേശം 6.8 കിലോമീറ്ററോളമാണ് ആലുവ ടൗണിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം ഈ ഒരു ഭാഗത്തു നിന്ന്. അതേപോലെ ഇവിടെ അതാണ് വഴി വരുന്നത്. വഴി ഇൻ്റർലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ തൊട്ടടുത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് എവിടേക്ക് നോക്കി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഭാഗമെല്ലാം പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു വഴിയൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയാം. ഇനി നമുക്ക് വീടിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. മതിലൊന്നും കാര്യമായ ടെക്സ്ചർ വർക്കുകളോ അത്തരത്തിലുള്ള LED വർക്കുകളോ ഒന്നും തന്നെ മതിൽ കാണാനില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള മതിലാണ് 3 വീടുകൾക്കും കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗേറ്റിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ GIയുടെ സ്ക്വയർ ട്യൂബും MS-ൻ്റെ ഷീറ്റും വെച്ചിട്ടാണ് ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് ഒരു സ്ലൈഡിങ് ഗേറ്റിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ വേറൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ കാർ പോർച്ചുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മളെ വളരെയേറെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർ പോർച്ച് അഡീഷണൽ ആയിട്ട് ഇവർ സ്ക്വയർ ട്യൂബ് വെച്ചാണ് ചെയ്തേക്കുന്നത്. നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇടഭാഗങ്ങളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകൾ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. ഇവിടെ അത്യാവശ്യം വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. വലിയ നമ്മുടെ ഒരു SUV വാഹനം സുഖമായിട്ടും അല്ല ഒരു സെഡാൻ വാഹനം സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു കാർ പോർച്ചിനെ കൊടുത്തിട്ടുള്ളതും. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലും ആ ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം ഈ ഒരു വശത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി മറുഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും വേണമെങ്കിൽ ഒരു ചെറുവാഹനമോ അല്ലെങ്കിൽ ഒരു വലിയ വാഹനമോ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു കുറച്ച് പോർഷൻ ഒരു പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ചെടികളോ മറ്റു കാര്യങ്ങളൊക്കെ നടുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഒരു സ്പേസിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പേസിൽ വേണമെങ്കിൽ ഒരു ഗാർഡൻ ഏരിയ ആയിട്ട് ഒരുക്കി എടുക്കാം. അതല്ലെങ്കിൽ അഡീഷണൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 2 വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള സ്പേസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ എടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടേക്ക് വന്നാൽ ഇവിടെയും വീടും ചുറ്റുമതിലുമായിട്ട് ഈ ഒരു ഭാഗത്തും തിരക്കേടില്ലാത്ത നല്ല സ്പേസ് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മീറ്റർ ബോക്സ് വരാൻ പോകുന്നത്. അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെയായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാട്ടോ. ഏകദേശം 1-2 കസേരകളൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു സിറ്റ് ഔട്ടിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈലുകളാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചത്. സാധാരണ ഇതിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ തൂണുകൾക്ക് ടെക്സ്ചർ വർക്കോ അത്തരത്തിലുള്ള ഡിസൈൻ വർക്കുകളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിനായിട്ട് സിമ്പിളായിട്ട് ഇട്ടേക്കാണ്. പിന്നെ വീട് ഫേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ സൗത്ത് ഡയറക്ഷനിലേക്കാണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇനി തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ജലിയുണ്ട്, മഹാഗണിയുണ്ട്, തേക്കുണ്ട്. മെയിൻ ഡോറ് തേക്കാണ്. അപ്പോൾ ആ മെയിൻ ഡോർ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ, ഒരു വെറൈറ്റി ഒരു ഡിസൈൻ പാറ്റേൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വലിയ ഡിസൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. നേരെ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. സത്യം പറഞ്ഞാൽ ലിവിങ് കം ഡൈനിങ് ഒരു വലിയ ഹോൾ സ്പേസ് ആണ്. അതിനെ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമുക്ക് ഫോട്ടോ ഫ്രെയിംസോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നമുക്ക് വലിയ ഒരു സെറ്റ് ഇടാൻ പറ്റും. ഏകദേശം
4-5 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ സെറ്റുകളിടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് DBയുടെ സ്ഥാനം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെയായിട്ടാണ് ജനാലകൾ. ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന വലിയ നീളം ജനാലകളെ തന്നെയാണ് ഏകദേശം 6 അടിയോളം ഉയരമുള്ള, അല്ലെ എനിക്കൊന്ന് 6 അടിയോളം ഉയരമുള്ള ജനാലകൾ തന്നെ കൊടുത്തിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളാണ് പടികളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു TV യൂണിറ്റ് ഏരിയ, വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിറക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റെയർ ആണ് കേട്ടോ. ആ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം സ്ക്വയർ ട്യൂബ് കൊണ്ട് ഒരു ഡിസൈൻ വർക്ക് കൊടുത്ത് അതിനകത്തായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസ് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ TVയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കാനുള്ള ധാരാളം സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. അതിനുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ വലിയ ടൈലുകൾ തന്നെയാണ്, പക്ഷേ അപ്പോക്സി വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. സീലിങ്ങിലേക്ക് നോക്കിയാൽ ഒരു ജിപ്സം സീലിംഗ് വർക്ക് നമ്മൾക്ക് കാണാം. ഒപ്പം തന്നെ ഒരു WPC എന്താ പറയുക, ആ ഒരു പാനൽസ് വെച്ചുള്ള ഒരു വർക്ക് ഒരു സൈഡിലായിട്ട് വുഡിൻ്റെ ഡിസൈനിൽ നമുക്ക് കാണാൻ, ഒരു ലോവർ ഡിസൈൻ വർക്ക് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സ്പോട്ട് LED ലൈറ്റുകളെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിൽ ഒരു 4-6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾസ് ഇടാനുള്ള ഒരു സ്പേസ് നമ്മളുടെ ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സ്പേസ് തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്ലോറിലെ ടൈലുകളെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി സീലിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും WPC ലൂവറിൻ്റെ ആ ഒരു കൂടുതൽ ഡിസൈൻ വർക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ജിപ്സം സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നു മെയിൻ ഡോറ് കയറി വരുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു പാർട്ടീഷൻ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വാഷ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നത്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അൾട്ര എന്നൊരു കമ്പനിയുടെയാണ് ഈ ഒരു വാഷ് ബേസൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു റൗണ്ട് ഷേപ്പിലെ ഒരു മിററിനെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിന് ബാക്ക് ഡ്രോപ്പ് ലൈറ്റുകളും കൊടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണ ഇതിലിപ്പോൾ ഓപ്പൺ കിച്ചണുകളുടെ കാലമാണ്, പക്ഷേ ഇവിടെ ഓപ്പൺ കിച്ചൺ അല്ല കൊടുത്തേക്കുന്നത്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. പലരും റിക്വയർമെൻ്റ് ആയിട്ട് വീടുകൾ കാണാൻ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണുകൾ ഉള്ള വീട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീടിൻ്റെ അടുക്കള ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ ടൈലുകൾ തന്നെയാണ് ഇതിൻ്റെ കിച്ചണിൻ്റെ ടോപ്പായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് 4 പാളികളുടെ വലിയ ജനാലകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം. മുകളിലായിട്ട് മുഴുവൻ സ്റ്റോറേജ് സ്പേസുകൾ ചെയ്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ്, പക്ഷേ കളർ കോമ്പിനേഷൻ കൊള്ളാം. ആ ഒരു വൈറ്റും ആ ഒരു വുഡിൻ്റെ ഡിസൈൻ, ആ ഒരു തേക്കിൻ്റെ സ്ട്രെയിനോട് വരുന്ന തരത്തിലുള്ള ആ ഒരു ഡിസൈൻ, ആ ഒരു കളർ പാറ്റേൺ കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം നോക്കിയാൽ സ്വിച്ച് പോയിന്റുകൾ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കാണാം. മിക്സർ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനായിട്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. വലിയൊരു സ്പേസ് ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് കിട്ടും. അതിന് മുകളിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടും. സാധാരണഗതിയിലും അടുക്കളയിൽ കാണുന്ന പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ചെയ്യ ഒരു ടൈൽ, ഒരു ഗ്രേ കളറിലെ ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എൻട്രി ആണ്. ഒരു ഡോറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഇങ്ങനൊരു ഡിസൈൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ അല്പം പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് തെളിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ടോപ്പിനെയും ഇവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ട്യൂബും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വിൻഡോ, വലിയൊരു വിൻഡോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വലിയൊരു സിങ്കും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ ഒരു സ്ലാബിനടിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിനടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നില്ല. കാരണം ഈ ഒരു ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അത്രയും ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടെ എടുത്തു പറയാം. പക്ഷേ സൗകര്യത്തിൻ്റെ കാര്യം നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുക്കളയിലേക്ക് ഈ ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് നമ്മുടെ അടുക്കള മുറ്റത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു അലക്ക് കല്ല് ഈ ഒരു ഭാഗത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല കാര്യം ഉള്ളിലായിട്ടൊരു പാറയും ഇവർ കൊടുത്തിട്ടുണ്ട്. കാരണം തുണി കഴുകുമ്പോൾ തീർച്ചയായിട്ടും അടിച്ച് കഴുകണം. അപ്പോൾ അതിനായിട്ട് ഇതെന്തായാലും ഉപകാരപ്പെടും. ഇനി കിണറിൻ്റെ സ്ഥാനം നോക്കാം. അവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ടും നല്ല രീതിയിൽ വലയൊക്കെ ഇട്ട് മൂടി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷൻ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു ഭാഗത്ത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്നത് ആലുവയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും KW വാട്ടർ കണക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മെയിൻ റോഡ് വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ വെള്ളത്തിന് അധികം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി ഇവിടെ 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ് കൊടുത്തേക്കുന്നത്. മൊത്തം 4 ബെഡ്റൂമുകളാണ്, 2 മുകളിലും. അപ്പോൾ നേരെ നമ്മൾ അടുക്കളയിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് 2 ഡോറുകൾ കാണാം. അപ്പോൾ ഈ ഒരു ഡോർ തുറന്ന് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം കേട്ടോ. ബെഡ്റൂം കാഴ്ചയിൽ ഒരുപാട് വലിപ്പമൊന്നും തോന്നിക്കുന്നില്ല. നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം.
ഏകദേശം 10.05 അടിയാണ് വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 11.27 അടിയാണ്. 113.28 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറയുകയാണെങ്കിൽ 10.524 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല. നമ്മൾ ലിവിങ് ഏരിയയിൽ കണ്ട മാതിരി ആ ഒരു വലിയ 6 അടിയുള്ള ജനാലയിൽ തന്നെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത ഈ ഒരു സീലിംഗിൽ ഈ ഒരു ഭാഗം, അതായത് ഇവിടെ ബെഡിടാനുള്ള സ്പേസ് ആണ്, അതിന് മുകളിലേക്ക് വരുന്ന ഈ ഒരു സീലിംഗ് വർക്ക് തന്നെയാണ്. ഈ ഒരു സിമ്പിൾ സീലിംഗ് വർക്ക് മാത്രമാണ് ഈ ഒരു റൂമിനകത്തായിട്ട് ഇവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ടൊരു വാർഡ്രോബ്, വളരെ സിമ്പിളായിട്ട് 2 ഡോറുകൾ അടങ്ങുന്ന ഒരു വാർഡ്രോബിനെയാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ കൊടുത്തിരിക്കുന്നു. പ്ലൈവുഡാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ബാത്റൂമിൻ്റെ സ്ഥാനം, ബാത്റൂമിന് PVC ഡോസ് ആണ്. ഇപ്പോൾ എല്ലാവരും FRP ഡോസിൻ്റെ കാലമാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു വീട് ബഡ്ജറ്റിനകത്ത് നൽകുന്ന ഒരു 4 BHK ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡോർ നൽകിയിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത വലിപ്പമുള്ള ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് പോർഷനിൽ ഇവിടെ ഒരു ക്ലോസറ്റ് ഏരിയ, ഫ്ലോർ മൗണ്ടായുള്ള ക്ലോസറ്റ് സെറ്റാണ്, സെറയുടെ ക്ലോസറ്റ് സെറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി നേരെ മുകളിലേക്ക് നോക്കിയാൽ എയർ വെന്റിലേഷൻ വിൻഡോയും ഒപ്പം ഒത്ത നടുക്കായിട്ട് എക്സോസ്റ്റ് ഫാൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഒരു വാഷ് ബേസിൻ ഏരിയ, സോസയോ ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല, മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് ബാത്ത് ഏരിയയുടെ സ്ഥാനം. ഒരുപാട് വലിയ റെയിൻ ഷവറല്ല, ചെറിയൊരു റെയിൻ ഷവറിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാത്റൂം അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത സ്പേസ് ഉള്ള ബാത്റൂമാണ്, അത്യാവശ്യം വലിപ്പമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. കറക്റ്റ് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ആ ഒരു ബെഡ്റൂമിലേക്കുള്ള പക്ക ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡ് സ്കിൻ ഡോസ് ആണ് ഇവിടെ ഇവർ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ബെഡ്റൂം കുറച്ചും കൂടെ വലുപ്പമുണ്ട്. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന സ്ക്വയർ ഫീറ്റ് എക്സാക്റ്റ് ആയിരിക്കില്ല, കാരണം ഇത് കുറച്ചുകൂടെ സ്പേസ് അഡീഷണൽ ഉണ്ട്. അപ്പോൾ നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. ഏകദേശം 9.48 അടിയാണ് വീതി വരുന്നത്. 12.27 അടിയാണ് നീളം വരുന്നത്. 116.35 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 10.809 മീറ്റർ സ്ക്വയർ. ഇത് കറക്റ്റ് അല്ല. ഈ ഒരു ബെഡ്റൂമിന് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, അതെനിക്ക് അളക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഒരു മിറർ ആ ഒരു സ്പേസും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് അളക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പേസ് ഇതിലും കൂടുതലുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ഓണറോട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ഒറ്റ ജനാല മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നേരത്തെ കണ്ട മാതിരി ഒരു 3 പാളികളുടെ ജനാല മാത്രമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വലിയൊരു 6 അടിയുടെ ജനാല തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട മാതിരിയുള്ള ഒരു സിമ്പിൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വന്നതിലൂടെ വാർഡ്രോബ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ സൈഡിലുള്ള കുറച്ച് സ്പേസ് മാത്രമാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. സെയിം PVC ഡോസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബാത്റൂം കണ്ട പോലെ തന്നെയാണ്. ക്രമീകരണങ്ങളിൽ വ്യത്യാസമുണ്ട്. സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ, സെറയുടെ ക്ലോസറ്റ് സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസിൻ, സോസയോ നേരത്തെ പറഞ്ഞ കമ്പനി, എനിക്കറിയില്ല ഈ ഒരു ബ്രാൻഡിനെ പറ്റി. ഇവിടെയായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് പോർഷനായിട്ടാണ് ആ ഒരു ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ എയർ വെന്റിലേഷൻ വിൻഡോയും എക്സോസ്റ്റ് ഫാനിലുള്ള പോയിന്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് ബാത്റൂമിനെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. പക്ഷേ ഒരു ഡാർക്കായിട്ടുള്ള മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് ബാത്റൂമിനകത്തായിട്ട് ഇവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ താഴത്തെ നില പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ നമുക്ക് ഇവിടെയാണ് നമ്മളുടെ സ്റ്റെയറിൻ്റെ സ്ഥാനം. അപ്പോൾ സ്റ്റെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ബോഡി ടൈലുകളെ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു ഗ്രീൻ ഫിഷ് കളറുള്ള ഒരു ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഇതിൽ കൈവരികൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് ഇവിടെ ആ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ ഉണ്ടായിരുന്നു. കൈവരികളെ ഒഴിവാക്കി ഈ ഒരു സ്ക്വയർ ട്യൂബുകളെയാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ഇവിടെയായിട്ട് ഒരു വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓപ്പൺ അല്ല, ഇത് ഗ്ലാസ് വെച്ച് കവേർഡ് ആണ് ഈ ഒരു വിൻഡോ. പക്ഷേ വീടിനുള്ളിലേക്ക് സൺലൈറ്റിനെ എത്തിക്കാൻ ഈ ഒരു വിൻഡോ വളരെ വലിയ ഒരു കടമ തന്നെ വഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തുന്നത് ഒരു അപ്പർ ലിവിംഗ് എന്ന് പറയാനില്ല, വലിയൊരു ലിവിംഗ് സ്പേസ് ഇല്ല, ചെറിയൊരു ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ് ഇവിടെ നമ്മളെത്തുന്നത്. തിരക്കേടില്ലാത്ത വലിപ്പം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം. നമ്മുടെ പോയിന്റും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് TV യൂണിറ്റ് ഏരിയ വെക്കാം. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് മുകളിലത്തെ DBയുടെ സ്ഥാനം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ഈ ഒരു കുറച്ച് മാസത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് ഇവിടെ വെച്ച് കൈവരികൾ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു 3 പാളികളുടെ ജനാല കൂടെ ഇവർ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നമുക്ക് സെറ്റിയൊക്കെ ഇടാം. വേണമെങ്കിൽ 2-3 പേർക്ക് ഇരുന്ന് TV ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റ് ഇവർ ഇവിടെ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടക്കേണ്ടത്. ഇവിടെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണം വിളിക്കാൻ. കാരണം
ബാൽക്കണി ഉള്ള ഒരേ ഒരു ബെഡ്റൂം ഇതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാം. നീളവും വീതിയും നോക്കാം. 12.92 അടിയാണ് നീളം. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.06 അടി, 129.92 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞാൽ 12.070 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഇവിടെ സീലിംഗ് വർക്കോ വാർഡ്രോബിന്റെ വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജനാലകൾ നോക്കാം. ആ വലിയ 3 പാളികളുടെ ജനാലകളാണ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സ്ഥാനം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാ ബെഡ്റൂമിലും നമ്മൾ ലിവിംഗ് ഏരിയയിലെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ആവർത്തിക്കാത്തത്. ബാത്റൂമിലേക്ക് കയറിയാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബാത്റൂം ഇതാണെന്ന് തോന്നുന്നു. നല്ല സ്പേഷ്യസ് ആയ ഒരു നീളൻ ബാത്റൂം. സെൻട്രലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. ഇതിൻ്റെയും ആ ഒരു കമ്പനി എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു കമ്പനിയാണ്. ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് ഏരിയ. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ വരുന്നത്. അത്ര വലുതല്ലാത്ത ഒരു റെയിൻ ഷവറിനെ കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് ഇവിടെ മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ അറ്റത്തായിട്ടാണ് ഇവിടെ വാഷ് ബേസിന്റെ സ്ഥാനം വരുന്നത്. നേരത്തെ പറഞ്ഞ ഒരു സോയോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഒരു വാഷ് ബേസൺ. ലൈറ്റ് കൊടുത്തല്ല, മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. എല്ലായിടത്തും ഡാർക്ക് നിറത്തിലുള്ള ടൈലുകളാണ് ബാത്റൂമിനകത്ത് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയായിട്ടുള്ള ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണി തന്നെയാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ആ ഒരു ജാളി വർക്ക് വന്നേക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ജാളി വർക്ക്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ആ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം ഈ ഒരു ജാളി വർക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ കൈവരികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൈവരികൾ ഗ്ലാസ് ആണ്, ടഫൺ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ സാധാരണ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ ഇവർ തടി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ ബാൽക്കണി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഇവിടെ തന്നെയാണ് ആ ഒരു 4ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ സ്വിച്ചുകളുടെയൊക്കെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേട്ടോ, സാധാരണ രീതിയിലുള്ള ഫ്ലാറ്റ് സ്വിച്ചുകളല്ല. ഒരു ആ ഒരു ഭാഗമൊക്കെ ഇച്ചിരി കർവ്ഡായിട്ട് വന്നുള്ള സ്വിച്ചുകളാണ്. നല്ല രസമുള്ള സ്വിച്ചാണ്. അപ്പോൾ ഫൈബ്രോസ് എന്ന കമ്പനിയുടെയാണ് ഈ ഒരു സ്വിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു സ്വിച്ച് ഇടുമ്പോഴൊക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇത് ചെറിയ ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂം അല്ല. എനിക്കൊന്ന് കിഡ്സിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. വീതിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 9.13 അടിയാണ് വീതി വരുന്നത്. നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 11.73 അടിയാണ്. 107.22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 9.961 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. 2 സൈഡിലും 2 ഒറ്റപ്പാളികളുടെ ജനാല. അത് വലിയ ജനാല തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്കോ വാർഡ്രോബിൻ്റെ വർക്കുകളോ ഒന്നും തന്നെ ഈ ഒരു റൂമിലും കൊടുത്തിട്ടില്ല. ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാത്റൂമിൻ്റെ സ്ഥാനം. സെയിം PVC ഡോസ് തന്നെയാണ്. അപ്പോൾ ബെഡ്റൂം ചെറുതാണെങ്കിലും ബാത്റൂമേ അവർ ചെറുതാക്കിയിട്ടില്ല. അത്യാവശ്യം വലിയ ബാത്റൂം തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബ്രാൻഡ് നമുക്കറിയില്ല. ലാസ്റ്റ് പോർഷനായിട്ടാണ് ബാത്ത് ഏരിയ. ചെറിയ റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. എയർ വെന്റിലേഷൻ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ അറ്റത്തായിട്ടാണ് നമ്മളുടെ വാഷ് ബേസിൻ ഏരിയയുടെ സ്ഥാനം. നേരത്തെ കണ്ട സെയിം വാഷ് ബേസിൻ തന്നെയാണ് വരുന്നത്. നേരെ മുകളിലായിട്ട് മിറർ വരുന്നുണ്ട്. ആ ഒരു ഡാർക്ക് നിറത്തിലുള്ള മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ബാത്റൂമിനകത്തായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അകത്തളം മുഴുവൻ നമ്മൾ കണ്ടു. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങുന്ന ഡോറ്. അപ്പോൾ ആ ഒരു ഡോറിൻ്റെ ഈ ഒരു പുറഭാഗത്തുള്ള ഡിസൈൻ കൊള്ളാമല്ലേ? അത്യാവശ്യം ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡോർ വന്ന് നമുക്ക് നേരെ നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. സത്യം പറഞ്ഞാൽ നല്ലൊരു റൂമിനുള്ള സ്പേസ്, അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള സ്പേസും ഈ ഒരു വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയ്ക്കുണ്ട്. നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അപ്പുറത്തെ വീടുകൾക്കെല്ലാം ഇതേപോലെ തന്നെ ആ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇനി ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ പാകത്തിനുള്ള സ്പേസ് ഇവിടെയായിട്ടാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇനി ഇവിടെ നിന്ന് ടെറസിലേക്കുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗത്തൂടെയാണ്. അപ്പോൾ ഇവിടെ അല്പം ഉള്ളിലേക്ക് കയറിയിട്ടാണ് ആ ഒരു ടെറസിലേക്കുള്ള ആ ഒരു എൻട്രൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ച് സാധാരണ ഇതിൽ കൊടുത്തിരിക്കുന്ന മാതിരിയല്ല. പടികൾക്കൊന്നും വലിയ വീതിയില്ല. 2 സ്ക്വയർ ട്യൂബുകൾ വെച്ചിട്ടാണ് ഈ ഒരു പടികളെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കയറുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അതെന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെയായിട്ട് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. സുപ്രീമിൻ്റെ വാട്ടർ ടാങ്കാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലുവയിലുള്ള സ്കൈലൈനിലെ അപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെയും തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഏകദേശം വീടും ചുറ്റുപാടും ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വിലയിലേക്കാണ് പോകേണ്ടത്.
ഇനി വിലയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഈ ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എല്ലാവർക്കും ഇതേ എലിജിബിലിറ്റി തന്നെ കിട്ടുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ജോബിൻ്റെ പ്രൊഫൈലും നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ അച്ചടക്കവുമൊക്കെ ഇതിന് വലിയ കാര്യമാണ് ലോൺ ലഭിക്കുന്നതിനും. അപ്പോൾ ലോണിൻ്റെ കാര്യം ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എങ്ങനെയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും സഹായിക്കാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ തന്നെ വിളിക്കുക. ആ നമ്പർ അവരോട് പറഞ്ഞാൽ മതി ഫിനാൻസിൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിനാൻസിൻ്റെ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റിയൊക്കെ കൃത്യമായിട്ടും ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ലോൺ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരു വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ലോണിന് എത്ര രൂപ എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തന്നെയാണ്. അത് നിങ്ങൾ ലോണിൻ്റെ അവരോട് വിളിച്ച് അസിസ്റ്റൻസ് വാങ്ങിക്കുക തന്നെ വേണം. ആദ്യം നിങ്ങൾ വീട് കണ്ട് ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ഈ മുഴുവൻ പൈസയും ഇല്ലയെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുക തന്നെ വേണം. ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ലോൺ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക, എന്നിട്ട് വന്ന് വീട് കാണുക എന്നാണ് ഞാൻ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിച്ചേക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.